ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്. പല ടേംസും നമ്മുടെ ജീവിതത്തിലെ പല അവസ്ഥകളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന പല എക്സ്പീരിയൻസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല വാക്കുകളൊക്കെയാണ് ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജീസ്. അതിപ്പം പൊളിറ്റിക്സ് ആയാലും റിലീജിയൻ ആയാലും അല്ലെങ്കിൽ ഫെയ്ത്ത് ആയാലും ബിലീഫായാലും ഈവൻ എന്താണ് പറയുന്നത് സ്പിരിച്വാലിസം, ഒത്തിരി വാക്കുകൾ ഒത്തിരി മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ നമ്മൾ കടന്നു പോകുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളായിട്ടൊക്കെ നമ്മൾ നിത്യേന കേൾക്കുന്ന ഒത്തിരി ടേംസ് ടെർമിനോളജീസ് ഒക്കെ നമ്മൾ തെറ്റായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഷുവറാണ്, അത് യാതൊരു മാറ്റമൊന്നുമില്ല. അതുപോലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നൊരു വാക്കാണ് നമ്മളുടെ ലൈഫിൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് നമ്മൾ പൊതുവേ പറയുന്ന പക്വത എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. അപ്പോൾ പക്വത നമ്മൾ കേൾക്കുമ്പോൾ പൊതുവേ നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഒരു പ്രായമായൊരു വ്യക്തി പ്രായമാകുന്നു, അതുകൊണ്ട് ആ വ്യക്തി പക്വത പ്രാപിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പക്വത ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ പ്രായമാകുന്നത് കൊണ്ട് ആണ് ഒരു വ്യക്തി പക്വത പ്രാപിക്കുന്നത്. അപ്പോൾ അത് ഏത് വ്യക്തിയാലും ശരി, നമ്മൾ ഏത് പ്രായമായുള്ളൊരു വ്യക്തിയെ കാണുമ്പോഴും പക്വതയുണ്ട് അല്ലെങ്കിൽ പക്വതയാകുന്നു അല്ലെങ്കിൽ പ്രായമാകുന്നത് കൊണ്ട് പക്വത പ്രാപിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷേ അത് തെറ്റാണ്. പ്രായമായ എല്ലാവർക്കും പക്വതയില്ല എന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാലുള്ള മാറ്റർ ഓഫ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയല്ല. കാരണം മെച്യൂരിറ്റി, നമ്മുടെ മനുഷ്യൻ്റെ മെച്യൂരിറ്റി, ലൈഫിലെ മെച്യൂരിറ്റി പ്രായത്തെ ആശ്രയിച്ചല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും പ്രായമായതുകൊണ്ട് മെച്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെച്യൂർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെച്യൂർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ പ്രായമായ വ്യക്തികൾ മെച്യൂർ ആകാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും അതിന് കാരണം ഏതിൻ്റെയും അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫിലോസഫീസ് ഉണ്ട്. ആ ഫിലോസഫി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആണ് നമുക്ക് ഇതുപോലുള്ള ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കുണ്ടായ തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മളായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയി നമ്മളായിട്ടുണ്ടാക്കിയ അർത്ഥങ്ങളൊന്നും ആയിരിക്കത്തില്ല ഒട്ടുമിക്ക കാര്യങ്ങളുടെ എന്നല്ല. മറ്റു പല ആൾക്കാരും അവരുടേതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ച് നമ്മളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ തെറ്റായ ആശയങ്ങളുടെയും അറിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള നിർവചനങ്ങളും അത് കാലാകാലങ്ങളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് പണ്ട് മുതലുള്ള പല ഇതുപോലുള്ള തെറ്റിദ്ധരിക്കപ്പെട്ട പല കാര്യങ്ങളുടെയും അല്ലെങ്കിൽ പല അവസ്ഥകളുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഏജ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഓൾഡ് ഏജിലേക്ക് പോകുന്നു. ഓൾഡ് ഏജ് അപ്പോൾ നമുക്കറിയാം ഒരു ആൾ വളർന്നു വരുമ്പോൾ ടീനേജ് കഴിഞ്ഞു പിന്നെ 20s 30s ഒക്കെ തന്നെ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ആ വ്യക്തി വളരും തോറും പക്വത പ്രാപിക്കും അല്ലെങ്കിൽ പക്വത ഉണ്ടാകും എന്നൊക്കെയുള്ളത്. ആക്ച്വലി ഈ പ്രായമായിട്ട് നമുക്കതിന് യാതൊരു ബന്ധമില്ല. കാരണം പ്രായമായിട്ടതിന് ബന്ധമുണ്ടായിരുന്നെങ്കിൽ പ്രായമുള്ള ആൾക്കാരെല്ലാം പക്വതയുള്ളവരായിരിക്കണമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇല്ലേ? പക്ഷേ പ്രായമായിട്ടുള്ള എല്ലാ വ്യക്തികളും പക്വതയുള്ളവരല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രായവും പക്വതയും തമ്മിൽ യാതൊരു ഡയറക്റ്റ് കോറിലേഷനും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള ബന്ധങ്ങളും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പക്വത എന്ന് പറയുമ്പോൾ ഏതുതരം വ്യക്തികളാണ് പക്വതയായിട്ടുള്ളത് അല്ലെങ്കിൽ പക്വത കിട്ടുന്നത് എന്നുള്ളത് ആണ് നമ്മളിവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഡീപ്പായിട്ടുള്ള വളരെ ഫിലോസഫിക്കലുള്ള ക്ലാസ്സൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പക്വതയുള്ളൊരു വ്യക്തിയാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇതുപോലുള്ള ചില ഈ മാനദണ്ഡങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ നമുക്ക് ഏത് രീതിയിൽ എക്സ്പ്രസ് നമുക്ക് പ്രകടിപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരുടെയും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെയും ഒക്കെ തന്നെ ജീവിതം നമ്മൾ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാം ജീവിതം പല രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദ വേ ദേ ലിവ്, അവർ ജീവിക്കുന്നത് പലരും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആൻസേഴ്സ് ഒന്നുമില്ല. കാരണം അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടുള്ള റിസർച്ചോ സ്റ്റഡിയോ, കാരണം ഓക്കെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയേഴ്സും ഒക്കെ തന്നെ പഠിച്ചിട്ടുള്ളവരൊക്കെ തന്നെ അതിനെ പിന്നെ എന്താണ് പറയുന്നത് ഉത്തരങ്ങൾ കണ്ടെത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നാൽ തന്നെയും നമുക്കറിയാം ഒന്നും കംപ്ലീറ്റ് അല്ല, ഒന്നും കൊണ്ട് തീർച്ചയായിട്ടും ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഫൈനലായിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ഫൈനലായിട്ടുള്ള സൊല്യൂഷനൊന്നും തന്നെ നമുക്ക് പറ്റത്തില്ല. കാരണം ലോകവും മനുഷ്യനും വളരെ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട്, കാരണം ഒരിടത്തും നമുക്കൊരു പഠനവും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം മനുഷ്യൻ്റെ സൈക്കോളജിയെക്കുറിച്ചും മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചായാലും ബിഹേവിയേഴ്സിനെ കുറിച്ചുള്ള പഠനങ്ങളായാലും ഒക്കെ തന്നെ എന്തുകൊണ്ട് മനുഷ്യർ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ ലൈഫ് നയിക്കുന്നു, അല്ലെങ്കിൽ അവർ ജീവിക്കുന്നു, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു ഒക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കത്തില്ല. ചില കാര്യങ്ങൾ, ചില ജനറലൈസേഷൻ മാത്രം നമുക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് കവിഞ്ഞ് മറ്റ് ഈ ഒരു അൾട്ടിമേറ്റായിട്ടുള്ള കൺക്ലൂസീവായിട്ടുള്ള ഇല്ലേ ഒരു ടെർമിനൽ ഇവിടെ കൊണ്ട് അവസാനിക്കും, ഇനി അപ്പുറത്ത് ഇതിന് ഒരു ഉത്തരമില്ല അല്ലെങ്കിൽ ഇതിനപ്പുറത്തൊരു സൊല്യൂഷനില്ല എന്നുള്ളൊരവസ്ഥയിൽ ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ഒരു കാര്യങ്ങളെക്കുറിച്ചും. കാരണം എല്ലാം സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ പറഞ്ഞ സ്ഥിരമായുള്ള മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില മനസ്സിലാക്കൽ ആ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പലതിനെ നമുക്ക് എന്താണ് പറയുന്നത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കഴിയത്തുള്ളൂ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മെച്യൂരിറ്റിയുടെ കാര്യത്തിലും ഇവിടെ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയുള്ള വ്യക്തികളാണ് മെച്യൂർ അല്ലെങ്കിൽ പക്വതയുള്ള വ്യക്തികൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ജീവിതം പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ചില വ്യക്തികൾ അവരുടെ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, ചില വ്യക്തികൾ അറിഞ്ഞോ അറിയാതെ അവരുടെ ലൈഫിനെ യാതൊരു രീതിയിലും കെയർ ചെയ്യാറില്ല, റെസ്പെക്റ്റ് ചെയ്യാറില്ല, ട്രീറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇത് രണ്ടും രണ്ട് കാറ്റഗറിയിലുള്ള വ്യക്തികളാണ്. ഇതിനകത്തിൽ വേരിയിങ് മെഷേഴ്സ് ഉണ്ട്. ഇപ്പം ചില വ്യക്തികൾ അവരുടെ ലൈഫിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറഞ്ഞു, ചില വ്യക്തികൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അതിനകത്തിൽ നമുക്ക് വേരിയേഷൻസ് കാണാം. എന്നാലും നമ്മൾ രണ്ട് കാറ്റഗറി. അപ്പം ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ അവരുടെ ലൈഫിനെ അവർ കെയർ ചെയ്യുന്നു, അവരുടെ ലൈഫിലെ പ്രയോറിറ്റീസിനെ, അവരുടെ ലൈഫിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ കരുതുകയും എന്നുവെച്ചാൽ അതിനെ കെയർ ചെയ്യുകയും അതിനെ വേണ്ട കാര്യങ്ങൾ ആക്ട് ചെയ്യുകയും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അതിന് വെളിയിലുള്ള മറ്റ് കാര്യങ്ങളിലൊന്നും അവർ പൊതുവെ ശ്രദ്ധിക്കാറില്ല, ഇടപെടാറില്ല, അതിന് നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല. അവരുടെ ലൈഫിൻ്റെ പ്രിയോറിറ്റീസ് എന്താണോ, അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ അവരുടെ ലൈഫിൻ്റെ പോസിറ്റീവായിട്ടുള്ള മേഖലകളെ ബാധിക്കുന്ന എന്നുവെച്ചാൽ ഒരു ലൈഫിൻ്റെ പുരോഗതി, പ്രോഗ്രസ്, ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ലൈഫിലെ പ്രിയോറിറ്റീസ്, നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അപ്പോൾ ഇതിനൊക്കെ മാത്രം ശ്രദ്ധ കൊടുക്കുകയും അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുകയും അതിനുവേണ്ടി അവരുടെ പ്രധാനപ്പെട്ട പ്രഷ്യസ് ടൈമും എനർജിയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു കാറ്റഗറി ആൾക്കാരാണ്. അപ്പോൾ അത് കൂടുതലും മെച്യൂറായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഇങ്ങനെ കഴിയത്തുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമ്മച്യൂറായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ലൈഫിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഇല്ല. അവർ ബാഹ്യമായിട്ടുള്ള വ്യക്തികളിലും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യാപരിക്കാൻ ആഗ്രഹിക്കുകയും ഇടപെടാൻ ആഗ്രഹിക്കുകയും തന്മൂലം അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ അവർ ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ അവർ മറന്നു പോകാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും, അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ച് അവർ കൺസേൺഡ് അല്ല. അവർ മറ്റുള്ള ബാഹ്യകാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ലോകത്ത് മെയിൻ ചുറ്റുവട്ടത്ത് എന്താണ് നടക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, മറ്റുള്ളവരുടെ അയൽപക്കത്ത് നിന്നാണ് നടക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുക നേരിട്ടും അല്ലാതെയും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ മറ്റൊരാളുടെ കാര്യം അറിയാനും വേണ്ടി വ്യഗ്രത, ക്യൂരിയോസിറ്റി കാണിക്കും. അത് ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വലൻ ടു മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന തുല്യമാണ്.
അപ്പോൾ അതുവഴി നമ്മുടെ ലൈഫിലെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാൻ നമ്മൾ മറന്നു പോകുന്നു, നമ്മുടെ വീക്ക് പോയിൻറ്റ്സ്, ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ നമ്മുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വീക്ക് ഏരിയാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ലൈഫിലെ കറക്ഷൻസ് എവിടെയൊക്കെയാണ് വേണ്ടത്, ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോൾസ്, ലക്ഷ്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധ്യമുള്ള അല്ലെങ്കിൽ കൺസേൺ ഇല്ലാത്ത ആൾക്കാരാണ് ഇമ്മച്വർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ. മെച്യൂർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി, അവരുടെ ലൈഫിൻ്റെ ഹെൽത്ത് എന്നാൽ ബോഡിലി ഹെൽത്ത് ആയാലും മെൻ്റൽ ഹെൽത്ത് ആയാലും, അതുപോലെ തന്നെ ക്വാളിറ്റി ഫിസിക്കൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ മെൻ്റൽ ഇൻ്റലക്ച്വൽ ക്വാളിറ്റിയും ഇതിനകത്തിലൊക്കെ അവർ സദാ വ്യാപൃതരായിരിക്കും, അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരിക്കും മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ മെച്യൂർഡെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവരിപ്പോൾ എത്ര വയസ്സുള്ള വ്യക്തികളായാലും നമുക്കവരെ ഇപ്പം ഒരു നല്ല പ്രായമുള്ള വ്യക്തി 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ്, അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നമ്മൾ ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള യാതൊരു രീതിയിലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഗുണനിലവാരമുള്ള യാതൊരു ലിവിങ് സ്റ്റൈൽ വല്ല പുള്ളിക്കുള്ളതെങ്കിൽ ഹീ ഈസ് നോട്ട് മെച്യൂർഡ് അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് മെച്യൂർഡ്. 55 വയസ്സുണ്ട് അല്ലെങ്കിൽ 60 വയസ്സുണ്ട്, പക്ഷേ ഈ ക്വാളിറ്റി ലൈഫിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, മനസ്സിലല്ലോ. ജീവിതത്തിൽ ക്വാളിറ്റിയെക്കുറിച്ച് അവർക്ക് യാതൊരു കൺസേണും ഇല്ല. ദേ ആർ ലീസ് ബോർഡർ അബൌട്ട് ദ ക്വാളിറ്റി സൈഡ് ഓഫ് ദെയർ ലൈഫ്സ്. ദേ ആർ കോൺസ്റ്റൻ്റ്ലി വറീഡ് അബൌട്ട് അതർ പീപ്പിൾ. വറീഡ് മീൻസ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഔട്ട്സൈഡിൽ നിന്ന് നടക്കുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നടക്കുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് അവർ കൂടുതൽ ബോധരാകുന്നത് അല്ലെങ്കിൽ കൺസേൺഡ് ആകുന്നത്. അവർ എപ്പോഴും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി എല്ലാം മെച്യൂരിറ്റി ഉള്ള ആൾക്കാരിൽ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തരായിരിക്കും. അപ്പോൾ അവരെവിടെയും പോയി ഇടപെടും, എപ്പോഴും ഈ പറഞ്ഞ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യാപൃതരായിരിക്കും. ഏത് ഇൻവിറ്റേഷനും ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടുള്ള ഇൻവിറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇൻവിറ്റേഷൻ ലൈഫിൽ നമുക്ക് ഒത്തിരി കിട്ടാറുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റ്. ഇപ്പോൾ അയാളെ നമ്മൾ മാരേജിന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവിടെ പോകണം നിർബന്ധമൊന്നുമില്ല. നമുക്കവിടെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ പോകേണ്ട ഇടമാണെങ്കിൽ നമ്മൾ പോവുക. നമുക്ക് വളരെ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിമിറ്റഡായിട്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്യുക, നമ്മൾ തിരിച്ചു വരിക. അതേസമയം ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആര് വിളിച്ചാലും എപ്പം വിളിച്ചാലും എന്തിനു വിളിച്ചാലും ഇനി വിളിക്കാതെയും പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇമ്മച്യൂറായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ. അപ്പം ഏത് ഇൻവിറ്റേഷനും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ അതിനുള്ള അല്ലെങ്കിൽ എല്ലാ ഇൻവിറ്റേഷനും അറ്റൻഡ് ചെയ്യപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി ആ ഇൻവിറ്റേഷൻ ഉണ്ടോ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ഏത് അഭിപ്രായത്തിനും നമ്മൾ റിയാക്ട് ചെയ്യണോ വേണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളതിനെ ആൻസർ പറയണോ വേണ്ട എന്നുള്ളത്, അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ യെസ് പറയണോ വേണ്ട എന്നുള്ളത്. നമുക്ക് നോ പറയേണ്ട ഏരിയാസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ മെച്യൂറായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള നോസ് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ മെച്യൂറായിട്ടുള്ള വ്യക്തികൾക്ക് നോ പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. അവർ എല്ലാത്തിനോടും യെസ് പറയും, എവിടെയും പോകും, ആരോടും അവർ ഈ പറഞ്ഞ കോൺവെർസേഷന് പോകും, അവരുടെ ടൈമും എനർജി അവർ വേസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് ഇമ്മച്യൂർ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അവരുടെ ലൈഫിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ അവരുടെ ഫാമിലി ലൈഫിൻ്റെയും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഏതൊന്നും അവർക്കൊരു വിഷയമല്ല. അപ്പോൾ മെച്യൂർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ പീസ് ഓഫ് മൈൻഡ്, അതുപോലെ തന്നെ അവരുടെ ലൈഫിലെ ഫോക്കസ്, അവരുടെ ക്വാളിറ്റി, അതുപോലെ അവരുടെ ലക്ഷ്യങ്ങൾ, വാല്യൂസ്, ഇതൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ എപ്പോഴും റെഡി ആയിരിക്കും മെച്യൂർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇമ്മച്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് ലക്ഷ്യങ്ങളൊന്നും കാണത്തില്ല, അവർക്ക് വാല്യൂസ് കാണത്തില്ല. അവരുടെ ലൈഫിൽ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മോറൽ വാല്യൂസിൻ്റെ കാര്യമാണ് നമുക്ക് ലൈഫിൽ ആവശ്യമായിട്ടുള്ള മോറൽ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മോറൽ വാല്യൂസിനെ കുറിച്ചൊന്നും അവർ താല്പര്യമുള്ളവരായിരിക്കത്തില്ല. ദേ ആർ ലീസ് കൺസേൺ, ദേ ആർ ലീസ് ബോധേഡ്, മനസ്സിലായല്ലോ. ക്വാളിറ്റി ഓഫ് ലൈഫിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും കാണത്തില്ല. അവർക്ക് ലൈഫിൽ ഫോക്കസ് ഉണ്ടാകത്തില്ല, മനസ്സിലായല്ലോ. അവരുടെ ലക്ഷ്യം എപ്പോഴാണെങ്കിലും ബാഹ്യമായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ ഏറ്റവും വിലപ്പെട്ട സമയവും എനർജി അങ്ങനെ പാഴാക്കി പോകുന്നുണ്ട്. അവരുടെ ലൈഫിൽ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇമ്മച്യൂറായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഇനി നമുക്ക് മെച്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ
ഗുണങ്ങൾ സവിശേഷതകളുള്ള ആൾക്കാരാണ്. അവരവരുടെ മെൻ്റൽ പീസിൽ കൂടുതൽ കൺസേൺ ആയിരിക്കും. എന്നുവെച്ചാൽ അവരുടെ മെൻ്റൽ പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അവർ ഇടപെടാറില്ല. ഈ മെച്യൂറായിട്ടുള്ള ആൾക്കാരാണല്ലോ. അവർക്ക് ഗോൾസ്, കൃത്യമായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങൾ കാണും. അവർ ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വാല്യൂസ് ഉണ്ടാകുകയും ചെയ്യും. അവരുടെ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ വാല്യൂസ് നഷ്ടപ്പെടുന്ന രീതിയിൽ അവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ഇടപാടുകളൊന്നും നടത്തത്തില്ല. അവർക്ക് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചും അവരുടെ സെൽഫ് എസ്റ്റീം, ഐഡൻറ്റിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ അവർ വളരെ കൺസേൺഡ് ആയിരിക്കും. ഈ മെച്യൂർഡായിട്ടുള്ള ആൾക്കാരാണ്. ഇമ്മച്യൂർഡായിട്ടുള്ള അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ ചോയ്സസും ആക്ഷൻസും ഒക്കെ തന്നെ കൃത്യമായി വിവേചിച്ചറിഞ്ഞ് അതിനകത്തിൽ ഇടപെട്ടില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് നഷ്ടപ്പെടും, നമുക്ക് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും, നമ്മൾ ഈ ഡിഗ്നിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായി മാറും. അപ്പം ഡിഗ്നിറ്റി ഇല്ലാത്തൊരു വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഡിഗ്നിറ്റി ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഇമ്മച്യൂറായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും. മെച്യൂറായിട്ടുള്ളൊരു പേഴ്സൺ ആകുമ്പോൾ തീർച്ചയായിട്ടും he or she is very conscious of his self-respect, self-esteem, identity, personal identity, പിന്നെ ഈ എന്താണ് പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് ലൈഫ്, ഇതിലൊക്കെ വളരെ കൺസേൺഡ് ആയിരിക്കും, വളരെ എന്താണ് പറയുന്നത് ഫോക്കസ്ഡ് ആയിരിക്കും. ഇമ്മച്യൂറായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തൊന്നും കാര്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തത്തുമില്ല, അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ സവിശേഷതകളൊന്നും കാണത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇൻവിറ്റേഷൻ നമുക്കൊത്തിരി ഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഡയറക്റ്റ് ഇൻവിറ്റേഷൻ നമ്മളായാലും മാരേജിനോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിനൊക്കെ വന്ന് വിളിക്കുന്നു. ഡയറക്റ്റ് നമ്മുടെ വീട്ടിൽ വന്ന് വിളിക്കുന്നതാണ് ഡയറക്റ്റ് ഇൻവിറ്റേഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ഇൻവിറ്റേഷൻ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവിറ്റേഷൻ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഉണ്ട്. നമുക്ക് സോഷ്യലായിട്ടുള്ള ഫങ്ഷൻസിൽ ഇപ്പം ഉത്സവങ്ങൾ, അതുപോലുള്ള ഈ റിലീജിയസ് ഫങ്ഷൻസ്, അങ്ങനെയുള്ള ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ നമ്മളെ ആരും വിളിക്കുന്നില്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്കവിടെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ പ്രസൻ്റ് ആകണം, നമ്മളെ പ്രസൻറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളുടെ ചോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പം മെച്യൂറായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിനകത്തിൽ നോ പറയേണ്ടത് നോ പറയുകയും അവർ എല്ലാ കാര്യങ്ങളിലും യെസ് പറയാതിരിക്കുകയും ചെയ്യുകയും ചെയ്യും. അതുതന്നെ അവരൊരു മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല മെച്യൂറായിട്ടുള്ള ആൾക്കാരല്ല. ഇമ്മച്യൂർ ആൾക്കാരെന്നതിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുകയും മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞ് ഏതെങ്കിലും സില്ലിയായിട്ടുള്ള ഹെൽപ്പുകൾ, സഹായങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ഫേവേഴ്സ്, ഇതിനു വേണ്ടിയൊക്കെ തന്നെ എപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഈ മെച്യൂറായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. മെച്യൂറായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊന്നും ഈ പറഞ്ഞ പരിപാടികൾക്കൊന്നും പോകത്തില്ല. അപ്പം നമ്മുടെ മുമ്പിലൊരു ചോയ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പാക്റ്റ് ചെയ്യുന്നതാണോ, നമ്മുടെ വാല്യൂസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണോ, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഡിഗ്നിറ്റിയെ ഇത് തീർച്ചയായിട്ടും ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റിക്ക് എന്തെങ്കിലും കോട്ടം തട്ടുന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പം വരുത്താൻ കഴിയുന്ന കാര്യങ്ങളാണോ, ഞാനവിടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയോട് നമ്മൾ ഇന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ ഇൻവിറ്റേഷൻ നമുക്ക് ലഭിച്ചെന്നിരിക്കട്ടെ ഏതെങ്കിലും തരത്തിലുള്ള, അപ്പോൾ അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഇൻ ദ സെൻസ് നമ്മളുടെ ലൈഫിനെ, നമ്മുടെ പ്രിയോറിറ്റീസിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വി ആർ നോട്ട് മെച്യൂർ പീപ്പിൾ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ അറ്റൻഡ് ചെയ്യാനുണ്ട്. അതിനെ നമ്മൾ ഒന്നുകിൽ സൈഡ് ലൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഈ ജീവിതത്തിലെ കാര്യങ്ങൾ ഇടപെടുക മീൻസ് അതിന് പോയി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ വ്യാപൃതരാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി ആർ നോട്ട് മെച്യൂർ പീപ്പിൾ. നമ്മൾ പക്വതയുള്ള ആൾക്കാരല്ല. അപ്പം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രിയോറിറ്റി നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൈമും എനർജിയും അതിൻ്റെ റൈറ്റ് ടൈമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുക. മറ്റുള്ള ഇൻവിറ്റേഷൻ നമുക്ക് അത്ര പ്രധാനമല്ല, അവിടെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അതിന് പ്രിയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ വി ആർ നോട്ട് മെച്യൂർ പീപ്പിൾ. നമ്മൾ മെച്യൂരിറ്റിയുള്ള ആൾക്കാരായിരിക്കത്തില്ല, മനസ്സിലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മെച്യൂരിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനും അല്ലെങ്കിൽ തരംതിരിക്കാനും നമുക്ക് സാധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾ മെച്യൂറാണോ ഇമ്മച്യൂറാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിലെ പ്രിയോറിറ്റീസാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും അർജൻറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ലൈഫിനെ ഡിവോട്ട് ചെയ്യുകയും നമ്മുടെ ടൈമിനെ എനർജിയൊക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ നോട്ട് മെച്യൂർ പീപ്പിൾ. വി ആർ നോട്ട് മെച്യൂർ പീപ്പിൾ, വി ആർ ഇമെച്യൂർ പീപ്പിൾ. അത് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുന്നതല്ല, നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതല്ല, നമ്മുടെ ലൈഫിനകത്തിൽ അതൊരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനകത്തിൽ അതൊരു
എന്ന് പറയുന്നത് ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള നമ്മളുടെ അപ്രോച്ച് അല്ലാതെ ആറ്റിറ്റ്യൂഡല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 2 കാറ്റഗറി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനിയും നമ്മുടെ ലൈഫിൽ നമ്മൾ മുമ്പോട്ടെടുക്കുന്ന ചോയ്സസും നമ്മുടെ ആക്ഷൻസും ഒക്കെ തന്നെ. അപ്പം മെച്യൂരിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഏജ്, അല്ലെങ്കിൽ ഒരാൾ ഓൾഡാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി മെച്ചുറല്ല. ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു വ്യക്തിയെ മെച്ചുറാണോ ഇമെച്ചുറാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെച്ചുറാണോ നിങ്ങൾ ഇമെച്ചുറാണോ എന്നുള്ളത് നിങ്ങളുടെ ജീവിത വ്യാപാരം എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക.